കർണാടകത്തിലെ ചിക്മംഗ്ലൂരിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരമുള്ള കെമ്മൻഗുഡിയിൽ ഉള്ള ഹെബ്ബെ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര. കെമ്മൻഗുഡിയിൽ നിന്നും ഉൾവനത്തിലൂടെ ഏകദേശം 13 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്രയിൽ കൂടെ മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇത് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ജീപ്പ് സർവീസാണ്. മറ്റു വാഹനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇരുവശങ്ങളും വനങ്ങളാണ്. മൊട്ടക്കുന്നുകളും വനങ്ങളും നിറഞ്ഞ ഓഫ് റോഡ് പാതയിലൂടെയുള്ള മനോഹരമായൊരു യാത്രയാണ് ഹെബ്ബെ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. അങ്ങനെ വനത്തിലൂടെയുള്ള ഒരു 13 കിലോമീറ്റർ നീളുന്ന മനോഹരമായൊരു ഓഫ് റോഡ് ജീപ്പ് യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ ട്രെക്കിംഗ് നടത്തി നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ദൂരെ നിന്ന് തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാവുന്നതാണ്. എന്നാൽ കൂടുതൽ അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത ഓരോ നിമിഷവും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, എത്ര ഉയരത്തിൽ നിന്നാണ് അത് പതിക്കുന്നത്. ഇത് ഭദ്രാ നദിയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. 551 മീറ്ററാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആകെയുള്ള ഉയരം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 2 സ്റ്റേജുകളിലായിട്ടാണ് താഴേക്ക് പതിക്കുന്നത്. നോക്കൂ, ഏറ്റവും മുകളിലേക്ക് നോക്കിയാൽ അതിൻ്റെ മുകളിലത്തെ ആദ്യത്തെ സ്റ്റേജ് നമുക്ക് കാണാം. അതിനുശേഷം അത് വീണ്ടും രണ്ടാമത് മറ്റൊരു സ്റ്റേജിലൂടെ താഴേക്ക് പതിക്കുന്നു. ഇതിനെ ദോദ ഹെബ്ബെ എന്നും ചിക്ക ഹെബ്ബെ എന്നുമാണ് അറിയപ്പെടുന്നത്. വലിയ ഹെബ്ബയും ചെറിയ ഹെബ്ബയും. പാൽനുര പൊട്ടിച്ചിതറുന്ന പോലെ താഴേക്ക് ഇത് പതിക്കുകയാണ്. അതേസമയം ഇത് അപകടകരവും കൂടിയാണ്. വളരെ വളരെ വഴുവഴുപ്പുള്ള പാറകളാണ് ഇതിലുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് ഉള്ള പാറയിൽ കയറിയ ഒരു യുവാവ് 2 ആഴ്ച മുമ്പ് മരണപ്പെടുകയുണ്ടായി. അതിദാരുണമായി മരണപ്പെട്ടു. അതിനുശേഷം തൊട്ടടുത്തേക്ക് പോകാൻ സർക്കാർ അനുവദിക്കുന്നില്ല. എന്നാൽ താഴെയുള്ള ഡൗൺ സ്ട്രീമിൽ നമുക്ക് കുളിക്കുകയും ഉല്ലസിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നിരവധി ആൾക്കാരാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ ഇവിടെ എത്തുന്നത് ദിനം പ്രതി. എന്നാൽ സർക്കാർ അനുവദിച്ചിരിക്കുന്ന ജീപ്പിലൂടെയുള്ള ഓഫ് റോഡ് യാത്രയിൽ കൂടെ മാത്രമേ ഇതിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നോക്കൂ, എത്ര മനോഹരമാണിത്. കുറച്ചുകൂടി അടുത്ത് പോയി നമുക്കിത് കാണാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലും ഇവിടെ വന്ന് കാണണം. ഇതിവിടെ വരുന്നത് ഒരിക്കലും നഷ്ടമാവില്ല. വളരെ മനോഹരമായൊരു അനുഭവമായിരിക്കും ആ ഓഫ് റോഡ് ജീപ്പ് യാത്രയും അതേസമയം ഈ വെള്ളച്ചാട്ടവും. നോക്കൂ, അപ്പോൾ എല്ലാവരും ഒരിക്കലൂടെ വരാൻ ശ്രമിക്കുക. മനോഹരമായൊരു കാഴ്ച.